ഡയറക്ടർ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? ഫിലിമിലെ എക്സ്പീരിയൻസസ് ഒക്കെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, അങ്ങോട്ട് ഇങ്ങോട്ട് ഓട്ടം തന്നെയായിരുന്നു. ഓട്ടമായിരുന്നു. എന്തായിരുന്നു നമുക്ക് അതിനകത്തുണ്ടായിരുന്ന ഒരു റോള് നമ്മുടെ നായകന്റെ ഫ്രണ്ടായിട്ടായിരുന്നു. ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ത്രൂഔട്ട് ഉണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സിനിമയിലേക്ക് നമുക്ക് ആ ഒരു സെലക്ഷൻ പ്രോസസ്സിങ്സുകളൊക്കെ എങ്ങനെയായിരുന്നു? ഡയറക്ടർ സാറായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ തന്നെ വരികയായിരുന്നു. ഐ മീൻ നമുക്ക് കാസ്റ്റിംഗ് കോള് അങ്ങനെയായിരുന്നു, അതോ ഏതെങ്കിലും ഫ്രണ്ട്സ് ത്രൂ പേഴ്സണലായിട്ട് കണക്ട് ചെയ്താണ്. പേഴ്സണലായിട്ട് കണക്ട് ചെയ്ത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സിനിമയിൽ ഫ്രണ്ടായിട്ട് നിന്നു. ഓക്കെ, മോസ്റ്റ്ലി ഇപ്പൊ ഫ്രണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ നായകനിലേക്ക് കിടക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, ഡയറക്ടർമാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പുതിയ പ്രൊജക്ടുകളായിട്ട് ഇങ്ങനെ പോകുന്നു. ഇതിനു മുന്നേ ചെയ്ത ഫിലിം എക്സ്പീരിയൻസുകളൊക്കെ എങ്ങനെയായിരുന്നു? അതും വലിയ എന്താ പറയാ ബിഗ് ബഡ്ജറ്റ് ആണെന്ന് പറയാം. മഞ്ഞുമൽ വോയിസിൽ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസറായിട്ട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പൊ ലാസ്റ്റ് റിലീസ് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ഫസ്റ്റ് ഫിലിം. ഓക്കെ, അവിടെ അങ്ങോട്ട് ആ ജേർണി നല്ല പോലെ ഇതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോ അണലി എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നു, അത് റിലീസ് ആയിട്ടില്ല, ആവുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ത്രൂഔട്ട് കണ്ടിന്യൂയിങ്ങിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഗ്യാപ്പ് ഒന്നും എടുക്കാതെ പുറകെ പ്രൊജക്ട്സുകൾ പോകാണ്ട്. പാഷനും പ്രൊഫഷനും രണ്ടും ആക്ടിങ് തന്നെയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ക്രൂ സപ്പോർട്ട്സുകൾ? എങ്ങനെയായിരുന്നു? നല്ല സപ്പോർട്ടായിരുന്നു. ബേസിക്കലി ഡയറക്ടർ സൈഡിൽ നിന്നാണെങ്കിലും നമുക്കൊരു ഒരു സീൻ തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് ഡയറക്ടർക്ക് നന്നായിട്ട് അറിയാം. പുള്ളിക്കാരൻ നല്ല പോലെ നമുക്ക് പറഞ്ഞുതരും. നമുക്ക് പണി കുറവായിരുന്നു ബേസിക്കലി. നന്നായിട്ട് സപ്പോർട്ടീവ് ചെയ്തു. എന്തായാലും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു വെച്ചു. അതിന്റെ ഔട്ട്പുട്ടും നല്ല രീതിയിൽ തന്നെ എത്തട്ടെ എന്ന് ഞാനത് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.